എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുക നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? നമ്മൾ ഓരോരുത്തരും ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്നത് അവനവൻ്റെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിലെത്തണം, ഏറ്റവും നന്നായിട്ട് കാണണം, അവരെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് മാറണം, അവരുടെ ജീവിതം ഏറ്റവും നന്നാവണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരവധിയായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നുണ്ടാവും. അവരെയും കൂട്ടിയിട്ട് നിരവധി ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി തൊഴാറുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് പല പ്രാർത്ഥനകൾ പൂജകളൊക്കെ ചെയ്യാറുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്തു നോക്കൂ. ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മുടെയൊക്കെ സാധാരണ എല്ലാ ദിക്കിലും ശിവൻ്റെ അമ്പലം എല്ലായിടത്തും സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്ന് ധാരയാണ്. അപ്പോൾ ധാര നമുക്ക് കഴിപ്പിക്കാം. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര വഴിപാട് കഴിപ്പിക്കാം. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള നിരവധി വസ്തുക്കളെ കൊണ്ടുള്ള അഭിഷേക വഴിപാടായിട്ട് ചെയ്യിപ്പിക്കാം. നിരവധി ആളുകൾ ഇപ്പോൾ പാലൊക്കെ പശുക്കറവയൊക്കെയുള്ള ആൾക്കാർ അഭിഷേകത്തിന് പാല് കൊണ്ടുപോകുന്നത് കാണാറില്ലേ? അപ്പോൾ പാല് കൊണ്ട് അഭിഷേകം ചെയ്യാം. അതുപോലെ നമുക്ക് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാം. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അഭിഷേകമാണ് ഇളനീരഭിഷേകം. അപ്പോൾ ഇളനീര് കൊണ്ടുകൊടുത്തിട്ട് ഇളനീര് അഭിഷേകം ചെയ്യാം. അതുപോലെ എണ്ണ കൊണ്ട് ചെയ്യാം. ഇങ്ങനെ നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യാം, ഭസ്മം കൊണ്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾക്ക് ഈ അഭിഷേക വഴിപാടുകൾ ഏതെങ്കിലും ഒരു അഭിഷേകം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ കഴിപ്പിച്ച് നോക്കൂ. നമുക്ക് എന്താണോ പറ്റുന്നത് ആ ഒരു വഴിപാടൊന്ന് ചെയ്യിപ്പിച്ച് നോക്കൂ. ശിവക്ഷേത്രത്തിൽ പോണ ദിവസം ഇപ്പോൾ ഏറ്റവും നല്ലത് ഞായറാഴ്ച പോവുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അന്ന് പറ്റിയില്ല എന്നെങ്കിൽ തിങ്കളാഴ്ച പോയിട്ട് ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ അവരുടെ മാസത്തിൽ വരുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസം പോയിട്ട് ചെയ്താലും മതി. ഇങ്ങനെ ഒന്ന് നോക്കി നോക്കൂ. നമുക്ക് ഇതൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്കൊരു ലേശം ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്ത് ഒരു ദിവസം പോയി ചെയ്ത് നിർത്തരുത്. തുടർച്ചയായിട്ടുള്ള ഇപ്പം ഞായറാഴ്ചയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 3 ഞായറാഴ്ച അല്ലെങ്കിൽ 7 ഞായറാഴ്ച, ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിലും അതെ, തുടർച്ചയായിട്ട് 3, 7, 12 അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തിട്ട് ഇതിനെ കൊണ്ട് ഫലം ഉണ്ടായില്ല എന്ന് പറയരുത്. തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു മാറ്റം. മാത്രമല്ല ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഈ ശിവക്ഷേത്രത്തിൽ ചെയ്യുക വഴി നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിലും അവരുടെ മറ്റ് കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൂടും. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണല്ലോ അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്ന അവനവൻ്റെ കുട്ടികൾ ഒന്നാമതെത്തണം എന്നല്ലേ? അപ്പോൾ നമ്മുടെ ആ കുട്ടികളുടെ ആ ഒരു പഠനത്തിൽ ലേശം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം വഴിപാടുകൾ ചെയ്യണം. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുട്ടികളുടെ പേരിൽ ഇങ്ങനെയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരെ ഏറ്റവും നല്ല രീതിയിലാക്കുക. അവർക്ക് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും എന്ത് നല്ല കാര്യത്തിന് എല്ലാ മംഗളകരമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് നല്ലൊരു കാര്യം വരാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നോക്കൂ. നല്ലൊരു മാറ്റം നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. അതാണല്ലോ നമുക്ക് സന്തോഷം തരുന്നതല്ലേ? നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബം, ഇതൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ വിചാരിച്ച പോലെ സന്തോഷമായിട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന. എല്ലാവരുടെയും പ്രാർത്ഥനകൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാൻ എല്ലാവരെയും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.